ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷ് ഫിംഗേഴ്സ് ആണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത്. പിന്നെ സാധാരണ നമ്മൾ മീൻ വീട്ടിൽ വാങ്ങുമ്പോൾ കുറച്ചെടുത്ത് കറി വെക്കും, പിന്നെ ഫ്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനേലൊക്കെ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അതുപോലെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫിഷ് ഫിംഗേഴ്സിനുള്ള ഫിഷ് എപ്പോഴും മുള്ളില്ലാതെ ഇതേപോലെ മാംസമായിട്ടുള്ളതാണ് വേണ്ടുന്നത്. നമ്മൾ ഡ്രാഗൺ ചിക്കൻ കട്ട് ചെയ്തില്ലേ, അതേപോലെ നീളത്തിൽ വേണം ഇതും കട്ട് ചെയ്തെടുക്കാൻ. ഇത് അതിലേക്ക് ചേർക്കാനുള്ള മസാലയൊക്കെയാണ്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി നാരങ്ങ, ഇത് കോൺഫ്ലവറും മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് ഇനി മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ പകുതി നാരങ്ങ അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ടുണ്ട്, അതുകൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, ആ മുട്ട കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്കതിനെ ഒന്ന് സൈഡിൽ മാറ്റി വെക്കാം. നമുക്ക് ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. മൈദയും കോൺഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ മാത്രം മതി. ഇനി നമുക്ക് ഫിഷ് പീസ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല. അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ പല കുട്ടികൾക്കും ഫിഷ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവരും ഫിഷൊക്കെ കഴിച്ചു തുടങ്ങും. നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് മാറ്റാം. പുറത്തെടുക്കുകയാണ്. ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള എണ്ണ കൂടിയൊന്ന് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഫിഷ് ഫിംഗേഴ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതെന്ന് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ കമൻസൊക്കെ തരാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.